ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടാണ്. സ്ഥലത്തിന്റെ പേര് ലോക്ക്ഹാർട്ട് ടീ എസ്റ്റേറ്റ്. മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലൂടെ സഞ്ചരിച്ച് മൂന്നാറിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ സുന്ദരമായ പ്രദേശമാണ് ലോക്ക്ഹാർട്ട്. ഈ ഒരു സ്ഥലത്തിന്റെ പേര് ലോക്ക്ഹാർട്ട് എന്നതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കീഴടക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഒരു പ്രദേശം. യാഥാർത്ഥ്യത്തിൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ലോക്ക്ഹാർട്ട് എന്ന കേരളത്തിലെ ആദ്യത്തെ തേയില ഫാക്ടറിയുടെ പ്ലാന്റേഷൻ. ഇവിടെ നിന്നാൽ തന്നെ മറ്റൊരു ലോകത്തിൽ എത്തിയ ഒരു ഫീലാണ്. മൂന്നാറിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റേഷൻസ് കൂടിയാണ് ലോക്ക്ഹാർട്ട് ടീ പ്ലാന്റേഷൻസ്. അങ്ങനെ ടീ പ്ലാന്റേഷൻസ് കാണുന്നതിന് തൊട്ടു മുമ്പായി എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോക്ക്ഹാർട്ട് ടീ ഫാക്ടറിയിലേക്കാണ്. ഈ കാണുന്നതാണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ടീ ഫാക്ടറി. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈമിങ്സ്. അതേപോലെ തന്നെ പാസ് ഉണ്ട്. പാസിന്റെ റേറ്റ് അഡൽട്സിന് 250 രൂപയും കുട്ടികൾക്ക് 100 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 2 പേർക്കുള്ള ടിക്കറ്റ് റേറ്റ് 500 രൂപ. ലോക്ക്ഹാർട്ട് പ്ലാന്റേഷൻസിൽ കണ്ട തേയില ഇലകൾ എങ്ങനെ തേയിലയായിട്ട് മാറുന്നു എന്നതാണ് ഈ ഒരു ടീ ഫാക്ടറിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ ചെന്ന ടൈമിലുണ്ടായിരുന്ന ആളുകളെ എല്ലാവരെയും കൂടെ ചേർത്തിട്ട് ഒരു ഗൈഡ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. IPL match cricket Semona area 1500 acre 400 people daily working. Agri operation 400 people, the factory 100 people there, 3 shifts daily work. The place name Lockard. The Lockard was first planted in 1857. This factory orthodox manufacture. Orthodox means traditional method. അങ്ങനെ അവിടുന്ന് അദ്ദേഹം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പ്രോസസ്സ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഒരു ഫസ്റ്റ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വെതറിംഗ്. പ്ലാന്റേഷൻസിൽ നിന്ന് കൊണ്ടുവരുന്ന തേയില ഇലകളുടെ മോയ്സ്ചർ റെഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് വെതറിംഗ്. The black tea manufacture 6 stages there. The first one, the withering process. Withering means humidity reduce. This process already done. This is 1000 kilo even spreading inside hot air passing 14 hours dried up. Then after every 1 hour the leaf checking how many moisture reduce, how much moisture. The moisture percentage is the fresh leaf. That time the moisture percentage is 90% moisture. ഇനിഷ്യലി ഉണ്ടായിരുന്ന 90% മോയ്സ്ചർ ഏകദേശം 56 മുതൽ 60% വരെ കുറയ്ക്കുന്ന പ്രോസസ്സാണ് വെതറിംഗ്. This full black tea. Totally 17 quality black tea is there. The top most quality is Sulaimani, I show that. Green tea means any tea leaf the top this much only. Chai alagada. Green tea this Monday only manufactured. Tomorrow Monday same like this leaf manually hand picking is there. This cutting. The last one chai labiyat. The white tea this only the butt. Unopened leaf inside antioxidant medicine. Doctor recommendation high blood pressure, weight loss, fat reduce, cholesterol, the heart. Very good one tea chai white. This tea Monday. The manufacture no long process, only the sunlight, infrared bulb is there. The moisture reduce 5 days daily 2 hours. The moisture reduce manually good one, bad one separate, ready to pack. 3 grams, 1 cup tea, 3-minute coverage, drink the tea. No milk, no sugar, no honey, no lemon, only the water. മോയ്സ്ചർ കുറഞ്ഞ തേയില ഇലകൾ ഇവിടെ കൊണ്ടുവന്ന് ഗ്രൈൻഡ് ചെയ്യുന്നു.
يوم اثنين رقم 3 آل سليماني 1 2 3 quality black tea. നിശ്ചിത അളവിലേക്ക് ഗ്രൈൻഡ് ചെയ്യപ്പെട്ട സാധനത്തെ പിന്നീട് ഡ്രൈ ചെയ്യുന്നു. ഗ്രൈൻഡ് ചെയ്യപ്പെട്ട തേയിലയിലകൾ ഏകദേശം 22 മിനിറ്റ് സമയത്തേക്ക് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഇവിടെ ഇട്ട് ഡ്രൈ ചെയ്യുന്നു. ഡ്രൈയിങ് പ്രോസസ്സിന് ശേഷം ഇതിൽ നിന്നുള്ള ഫൈബറുകൾ മാറ്റുന്ന പ്രക്രിയയാണ്. ഈ ഒരു ടബിലും ബാക്കി ഈ ചാക്കുകളിലും വെച്ചിരിക്കുന്നത് തേയിലയിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഫൈബറുകളാണ്. അടുത്ത പ്രോസസ്സ് കളർ സോർട്ടർ ഉപയോഗിച്ച് നല്ലതും ചീത്തതും തിരഞ്ഞെടുക്കുന്ന പരിപാടി. തേയിലയുടെ ക്വാളിറ്റി നിർണ്ണയിക്കപ്പെടുന്ന ഒരു പ്രധാന ഘടകമാണ് കളർ സോർട്ടിംഗ്. ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് ദാ ഈ കാണുന്നത്, പൊടിച്ച് ചാക്കിലാക്കുക. ഈ കാണുന്നത് വിവിധ തരത്തിലുള്ള തേയിലകളാണ്. വൈറ്റ് ടീ, ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, അതേപോലെ തന്നെ വേറെയും ഫ്ലേവറുകളിലുള്ള തേയിലകൾ. ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഇവിടുത്തെ തേയിലകളെല്ലാം തന്നെ പാലില്ലാതെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ്. ആയതിൻ്റെ സാമ്പിളുകളാണ് അദ്ദേഹം ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് തേയിലകൾ വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ 2 പാക്കറ്റ് തേയിലയും വാങ്ങിച്ച് ഞങ്ങൾ ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇനി പോകേണ്ടത് ലോക്ക്ഹെഡ് ടീ പ്ലാന്റേഷൻ എസ്റ്റേറ്റിലേക്കാണ്. നമ്മൾ ഏറ്റവും ആദ്യം കണ്ട ആ ഒരു വ്യൂ പോയിന്റിലേക്ക്. ലോക്ക്ഹെഡ് ടീ ഫാക്ടറിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിലാണ് ആ ഒരു ടീ പ്ലാന്റേഷൻസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ടീ ഫാക്ടറിയിൽ നിന്നും പ്ലാന്റേഷൻസിലേക്ക് പോകുന്നത് ദാ ഈ റൂട്ടിലൂടെയാണ്. പോകുന്ന വഴിയിൽ ദേവികുളം കോടതി, സബ് ജയിൽ എന്നിവ കാണാം. ഈ റൂട്ട് പിടിച്ച് നേരെ മുകളിലോട്ട് ചെന്നു കഴിഞ്ഞാൽ പ്ലാന്റേഷൻസിലേക്ക് എത്തിച്ചേരാം. ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്നു കിടക്കുന്ന ടീ പ്ലാന്റേഷൻസ്. ഈ ഒരു പ്ലാന്റേഷൻസിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ടീ ഫാക്ടറിയിൽ നിന്നും അനുമതി എടുക്കേണ്ടതാണ്. അങ്ങനെ ആ ഒരു തേയിലത്തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി ഫോട്ടോസും വീഡിയോസും കവർ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ദാ ഈ ഒരു മനോഹരമായ സ്ഥലത്ത് എത്തിച്ചേർന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലോക്ക്ഹെഡ് ടീ എസ്റ്റേറ്റിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. പുതിയ വീഡിയോയും വിശേഷങ്ങളുമായി ഇനിയും കാണുന്നവരെ ടിൽ ദെൻ സീ യു. ബൈ ബൈ.